അപ്പോൾ ഹായ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് കുറച്ച് ബസ് വേർഡ്സ് ആണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, നമുക്കൊരു ക്വസ്റ്റ്യൻ കേടുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ക്രക്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബസ് വേർഡ്സ് ഉണ്ടാവും. അപ്പോൾ അതാണ്. പക്ഷേ ഇതൊരിക്കലും നിങ്ങളുടെ റെഗുലർ വീഡിയോയ്ക്കുള്ള കോമ്പൻസേഷൻ അല്ല. നിങ്ങൾ കൺസെപ്റ്റ് വായിച്ചു, അത് പഠിച്ച് നല്ലൊരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാവണം. അതിൻ്റെ ഇത് ജസ്റ്റ് ഒരു ലാസ്റ്റ് മിനിറ്റ് റിവിഷന് വേണ്ടിയിട്ട് ജസ്റ്റ് നിങ്ങൾ പഠിച്ച സാധനങ്ങളെല്ലാം കൂടി ഒന്ന് കമ്പൈൽ ചെയ്ത് ഒരുമിച്ചാക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് മെയിനായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസിയുടെ ബസ് വേർഡ്സ് ആണ്. അത് യൂഷ്വലി INICTക്കൊക്കെ ചോദിക്കാറുള്ള ഒരു ഇതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കാം. ഇപ്പോൾ സപ്പോസ് ഒരു ക്ലിനിക്കൽ സിനാരിയോയിൽ അവർ പറയുകയാണ്, പേഷ്യൻ്റ് അനാഫലൈസിസ് അടിച്ചു ആഫ്റ്റർ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. അപ്പോൾ അതെന്താണെന്നാണ് കാണിക്കുന്നത്? അത് ഈ IgA ഡെഫിഷ്യൻസിയാണ്. നമുക്ക് പ്രൈമറി ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഉണ്ട്, സെക്കൻഡറി ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഉണ്ട്. അതിൽ തന്നെ പ്രൈമറി ഇമ്മ്യൂണോ ഡെഫിഷ്യൻസിൽ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു അസുഖമാണ് എന്ത്? IgA ഡെഫിഷ്യൻസി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് ശേഷം അനാഫിലാസിസ് അടിച്ചു എന്ന്. അപ്പോൾ അത് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി, അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനത്തെ പേഷ്യൻസിന് നമ്മൾ വാഷ്ഡ് WBCs ആണ് കൊടുക്കേണ്ടത്. അതവിടെ കഴിഞ്ഞ് ഇനി രണ്ടാമത്തെ കാര്യം നോക്കുക. രണ്ടാമത്തെ സിനേരിയോയിൽ അവർ പറയുകയാണ്, പേഷ്യന് റിക്കറൻറ്റ് കോൾഡ് ആപ്സസ് ഉണ്ട്, എക്സീമിയ ഉണ്ട്, അവരുടെ IgE ലെവലും ഈസ്നോഫിൽ ലെവലൊക്കെ ഭയങ്കര കൂടുതലാണെന്ന് പറയുകയാണ്. അപ്പോൾ അതെന്തിനാണ് സൂചിപ്പിക്കണത്? അവർക്കത് ഇതുപോലത്തെ എക്സീമിയ ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതെന്താ? അത് ഈ ഹൈപ്പർ IgA സിൻഡ്രോം ആണ്. എന്ന് വെച്ചാൽ അതിൻ്റെ വേറെ പേര് തന്നെയാണ് ജോബ് സിൻഡ്രോം. എന്ന് വെച്ചാൽ ഈ ന്യൂട്രോഫിലിൻ്റെ കീമോസ്റ്റാസിസിനൊക്കെ വരുന്ന അബ്നോർമാലിറ്റി. അപ്പോൾ രണ്ടെണ്ണം കഴിഞ്ഞു. ഇനി അടുത്ത കാര്യം ചോദിക്കട്ടെ. പേഷ്യന് റിക്കറൻറ്റ് നെസീരിയ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കും. എന്ന് വെച്ചാൽ അതെന്തിനെ സൂചിപ്പിക്കണേ? അത് ഈ കോംപ്ലിമെൻറ്റ്, ടെർമിനൽ കോംപ്ലിമെൻറ്റ് എന്ന് വെച്ചാൽ മെംബ്രെയിൻ അറ്റാക്കിംഗ് കോംപ്ലക്സിൻ്റെ ഡെഫിഷ്യൻസി വരുമ്പോഴാണ് ഈ പറഞ്ഞ റിക്കറൻറ്റ് നെസേറിയ ഗൊണോറിയ പോലത്തെ ഇൻഫെക്ഷൻസ് പറ്റാൻ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഏർലി കോംപ്ലിമെൻറ്റ് ഡെഫിഷ്യൻസി ആണോ ഉള്ളെങ്കിൽ ഏത് അസുഖം വരാം എന്ന് ആലോചിച്ച് നോക്കിയേ. SLE. അതിൻ്റെ ക്ലിയറൻസ് ഒക്കെ ഡിഫക്റ്റീവ് ആകുമ്പോൾ SLE പോലത്തെ അസുഖങ്ങൾ വരും കേട്ടോ. ഇനി അടുത്ത സിനേരിയോയിൽ അവർ പറയുകയാണ്, ഈ അംബ്ലിക്കൽ കോഡ് 30 ദിവസം കഴിഞ്ഞിട്ടാണ് സെപ്പറേറ്റ് ആയി പോയിട്ടുള്ളൂ, പസ് ഒന്നുമില്ല, റിക്കറൻ്റ് ആയിട്ട് സ്കിൻ ഇൻഫെക്ഷനും ബാക്ടീരിയൽ ഇൻഫെക്ഷനൊക്കെ വരുന്നുണ്ട്. അതിൽ ഏറ്റവും ഹൈലൈറ്റ് പോയിന്റ് ഇതാണ്, ലേറ്റ് സെപ്പറേഷൻ ഓഫ് അംബ്ലിക്കൽ കോഡ്. അങ്ങനെ ഒരു സാധനം വന്ന് അവരെന്താ ഉദ്ദേശിക്കുന്നത്? മെയിനായിട്ട് ലൂക്കോസൈറ്റ് അഡ്ഹഷൻ ഡെഫിഷ്യൻസിയാണ് അവരുദ്ദേശിക്കുന്നത്. അതെന്തിൻ്റെയാണ്? β2 ഇൻ്റഗ്രിൻ്റെ ഡിഫക്റ്റീവ് സിന്തസിസ് കാരണമുള്ളതാണ് എന്ത്? ലൂക്കോസൈറ്റ് അഡ്ഹഷൻ ഡെഫിഷ്യൻസി ടൈപ്പ് 1. ടൈപ്പ് 1 ഉണ്ട്, ടൈപ്പ് 2 ഉണ്ട്, ടൈപ്പ് 3 ഉണ്ട്. ഇതേ നോക്കിയേ, ടൈപ്പ് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ആണ്. അതിൽ 1ഉം 2 ആണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ 1ൻ്റെ കീവേഡ് എന്താ ഞാൻ പറഞ്ഞേക്കണേ? ലേറ്റ് സെപ്പറേഷൻ ഓഫ് അംബിലിക്കൽ കോഡ്. ഇനി 2ൻ്റെ കീവേഡ് എന്താ? ബോംബെ ബ്ലഡ് ഗ്രൂപ്പ്. അതാണ് മെയിനായിട്ട് ഉണ്ടാവുക. അതിലും ഇതുപോലെ തന്നെ റിക്കറൻറ്റ് ഇൻഫെക്ഷനും സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ബസ് വേർഡ് എന്ന് പറയുന്നത് എന്താ? ബോംബെ ബ്ലഡ് ഗ്രൂപ്പ്. അപ്പോൾ അതെന്താ? ലൂക്കോസൈറ്റ് അഡ്ഹഷൻ ഡിഫക്റ്റ് 2 ആണ്. അതിലുള്ള ഡിഫക്റ്റ് എന്താ? സിയൽ ലിവിസ് ഗ്ലൈക്കോപ്രോട്ടീൻ്റെ സിന്തസിസിലുള്ള ഡിഫക്റ്റ് കാരണമാണ് കേട്ടോ. അത് കഴിഞ്ഞു. ഇനി അടുത്ത സിനേരിയോയിൽ അവർ പറയുകയാണേ, ഈ പേഷ്യൻറ്റിന് നല്ല ആൽബിനസ് ഉണ്ട്, ബ്ലീഡിങ് ടെൻഡൻസി ഉണ്ട്, റിക്കറൻ്റ് ആയിട്ട് ഇൻഫെക്ഷൻ വരുന്നുണ്ട്, ഡെഫ്നെസ് ഒക്കെ ഉണ്ട്. അതെന്താ അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത്? അവർ ഈ പറഞ്ഞ ചെഡിയാക് ഹിഗാഷി സിൻഡ്രത്തിനെയാണ് ഉപയോഗിക്കുന്നത്. ഇത് കണ്ടോ, ഒരു ആൽബിനിസം ഉള്ളൊരു പേഷ്യൻറ്റിനെ കണ്ടോ, അവരുടെ ഈ പറഞ്ഞ ന്യൂട്രോഫിലും ഒക്കെ, അവരുടെ ഗ്രാനുവൽസും ഒക്കെ, അതൊക്കെ ഇതുപോലെ കോസ് ഗ്രാനുവൽസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്ത സിനേരിയോയിൽ അവർ പറയാണ്, ഒരു മെയിൽ ചൈൽഡ് ഉണ്ട്, അവർക്ക് റിക്കറൻറ്റ് ഇൻഫെക്ഷൻ വരാണ്. പക്ഷേ ആദ്യത്തെ 6 മാസം ഒന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ അതിന് ശേഷമാണ് ഈ പ്രശ്നം. ഈ 6 മാസത്തിൻ്റെ 6 മാസത്തേക്ക് കുഴപ്പമില്ലാണ്ടിരിക്കണം. കാരണം എന്താ? കാരണം ഈ 6 മാസത്തേക്ക് അമ്മയുടെ നിന്ന് ആ കൊച്ചിന് വരുന്ന ആൻറ്റിബോഡീസ് ഏകദേശം 6 മാസം അല്ലെങ്കിൽ 3 മാസത്തോളം ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ 3 മാസം അല്ലെങ്കിൽ 6 മാസം വലിയ കുഴപ്പമില്ലാണ്ട് പോകും. പക്ഷേ പിന്നെ ആ കൊച്ചിന് ഈ പറഞ്ഞ മെച്ചുറായിട്ടുള്ള ബി സെൽസ് സിന്തസൈസ് ചെയ്യാൻ പറ്റില്ല, ഡ്യൂ ടു BTK ജീൻ മ്യൂട്ടേഷൻ. അപ്പോൾ അത് കാരണം കൊച്ചിന് ഒരു മെയിൽ ചൈൽഡ്, മെയിൽ ചൈൽഡ് അത് ഇമ്പോർട്ടൻ്റ്. കാരണം എന്താ? ഈ ഡിസീസ് X-ലിങ്ക്ഡ് ആണ്, X-ലിങ്ക്ഡ് റിസസീവ് ആണ്. അപ്പോൾ മെയിൽ ചൈൽഡ് 6 മാസം ശേഷം റിക്കറൻ്റ് ആയിട്ട് ഇൻഫെക്ഷൻ വന്നു, ആബ്സെൻറ്റ് ജെർമിനൽ സെൻറ്റർ എന്നൊക്കെ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവരെന്താ ഉദ്ദേശിക്കണേ? ബ്രൂട്ടൻസ് ഡിസീസാണ്. ഇനി അത് കഴിഞ്ഞ് ഇനി അടുത്തൊരു സിനേറിയയിൽ അവർ പറയുകയാണ്, ഈ പേഷ്യന് റിക്കറൻ്റ് ആയിട്ട് ഇൻഫെക്ഷനും ഗ്രാനുലോമസ് ഒക്കെ വരുന്നുണ്ട്. ക്യാച്ച് പോയിൻ്റ് ഇതാണ്, വിത്ത് കാറ്റലേസ് പോസിറ്റീവ് ഓർഗാനിസം. അപ്പോൾ അവരെന്താ ഉദ്ദേശിക്കുന്നത്? അവർ ഈ പറഞ്ഞ ക്രോണിക് ഗ്രാനുലോമാറ്റസ് ഡിസീസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. കാരണം അതിൽ ഈ പറഞ്ഞ NADPH ഓക്സിഡേസ് ഡിഫക്റ്റീവാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇതിനൊരു സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, അതെന്തായിരുന്നു? നൈട്രോബ്ലൂ ടെട്രസോളിയം ടെസ്റ്റാണ് അതിൻ്റെ സ്ക്രീനിങ് ഡിസീസ്. അപ്പോൾ അത്രയും കഴിഞ്ഞ്
അടുത്ത സിനോറിയോയിൽ അവിടെ പറയുകയാണ് ഈ പേഷ്യൻറ്റിന് എക്സീമിയ ഉണ്ട്, ത്രോംബോസൈറ്റോപീനിയ ഉണ്ട്, പിന്നെ ഇവിടെ ഐ ജി ഒക്കെ കൂടുതലാണ്. അപ്പോൾ അവർ മെയിനായിട്ട് പിന്നെ കുറച്ച് CD8 T സെൽ ഡെഫിഷ്യൻസി ഉണ്ട്. ഇതുപോലെ തന്നെ പേഷ്യൻ്റ് എക്സീമിയ, പെറ്റിക്ക്, ത്രോംബോസൈറ്റോപീനിയ, ഈവൻ ബ്രൂസിങ് ഒക്കെ ആയിട്ട് പ്രസൻറ്റ് ചെയ്യുക. അവരെന്താ ഉദ്ദേശിക്കുന്നത്? വിസ്കോടാൽട്രിക് സിൻഡ്രത്തിനെ കുറിച്ചിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതിനെന്താ പ്രശ്നം? ഇതിലെന്താ ഈ വിസ്കോടാൽട്രിക് സിൻഡ്രത്തിന് എന്താ പ്രശ്നം? അതിൽ വാസ്പ് ജീൻ്റെ മ്യൂട്ടേഷനാണ് കേട്ടോ. അത് കഴിഞ്ഞു ഇനി അടുത്ത സിനേറിയോയിൽ അവർ പറയാണ് പേഷ്യൻറ്റിന് ഭയങ്കരമായിട്ട് വീണ്ടും റിക്കറൻ്റായിട്ട് ഓട്ടോയിമ്യൂൺ ത്രോംബോസൈറ്റോപീനിയ, ഇൻക്രീസ്ഡ് ഓട്ടോയിമ്യൂൺ ഹീമോലൈറ്റിക് അനീമിയ, ഇമ്മ്യൂൺ ന്യൂട്രോപ്പീനിയ, പിന്നെ അവർക്ക് ന്യൂമോസിസ്റ്റിക് ന്യൂമോണിയ ഒക്കെ വരുന്നുണ്ട്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ അത് ഈ ഹൈപ്പർ IgM സിൻഡ്രം എന്ന് വെച്ചാൽ ആദ്യം ഉണ്ടാകുന്ന ആൻറ്റിബോഡീസ് യൂഷ്വലി IgMഉം IgD ഒക്കെ ആയിരിക്കും. അതിനുശേഷം ക്ലാസ് സ്വിച്ചിങ് വന്ന ശേഷമാണ് ബാക്കിയുള്ള ആൻറ്റിബോഡീസ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ഈ അസുഖത്തിൻ്റെ പ്രശ്നം എന്താ? ഈ ക്ലാസ് സ്വിച്ചിങ് ഡിഫക്റ്റീവാണ്. എന്ന് വെച്ചാൽ ഈ ക്ലാസ് സ്വിച്ചിങ് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് എന്ത്? CD40 ലൈഗാൻഡ് ഇൻട്രാക്ഷൻ. ഇത് ഡിഫക്റ്റീവാണ്. CD40 ലൈഗാൻഡ് ഇൻട്രാക്ഷൻ ഡിഫക്റ്റീവാണ്. അപ്പോൾ ക്ലാസ് സ്വിച്ചിങ് ഉണ്ടാവില്ല. അപ്പോൾ ആകെ ഉണ്ടാവുന്നത് കുറച്ച് IgM ആൻറ്റിബോഡീസും മെയിനായിട്ട് IgM ആൻറ്റിബോഡീസാണ് മെയിനായിട്ട് ഉണ്ടാവുക. അപ്പോൾ അത് കാരണം ഈ പറഞ്ഞ ഓട്ടോഇമ്യൂൺ ത്രോംബോസൈറ്റോപീനിയയും ഹീമോലൈറ്റിക് അനീമിയൊക്കെ ഉണ്ടാവും. പിന്നെ ഒപ്പം അസോസിയേറ്റഡ് ഈ അസുഖത്തിന് യൂഷ്വലി അസോസിയേറ്റഡ് ആയിട്ട് ന്യൂമോസിസ്റ്റിക് ന്യൂമോണിയ ഇൻഫെക്ഷനൊക്കെ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞു ഇനി അടുത്ത സിനേറിയോയിൽ അവർ പറയുകയാണേ പേഷ്യൻറ്റിന് ഹൈപ്പോ കാൽസീമിയ ഉണ്ട്, കാർഡിയക് അബ്നോർമാലിറ്റി ഉണ്ട്, ക്ലെഫ്റ്റ് ലിപ്പ് ഉണ്ട്, ക്ലെഫ്റ്റ് പാലറ്റ് ഉണ്ട്, ടീസെൽ അബ്നോർമാലിറ്റി ഉണ്ട്. അപ്പോൾ ഇതിനൊരു ജസ്റ്റ് ന്യൂമോണിക് പറഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഓർത്തിരിക്കും. Catch-22 എന്ന് പറഞ്ഞാൽ അത് ഇതിന് വേണ്ടിയിട്ടുള്ള ന്യൂമോണിക് ആയിരുന്നു. ഡി ജോർജ് സിൻഡ്രത്തിനെ കുറിച്ചിട്ടായിരുന്നു. അത് ഈ 3rd ഫാരിഞ്ചൽ ആർച്ചും 4th ഫാരിഞ്ചൽ ആർച്ചും ഡിഫക്റ്റീവാണ്. അപ്പോൾ എന്താ? തൈമസും പാരാതൈറോയിഡും ഡിഫക്റ്റീവാണ്. തൈമസ് ഡിഫക്റ്റീവ് ആയതുകൊണ്ട് എന്താ? ടീസെൽ അബ്നോർമാലിറ്റി. ഈ പറഞ്ഞ പാരാതൈറോയിഡ് ഡിഫക്റ്റീവ് ആയതുകൊണ്ട് എന്താ? ഹൈപ്പോ കാൽസീമിയ. അപ്പോൾ ഹൈപ്പോ കാൽസീമിയ, കാർഡിയക് അബ്നോർമാലിറ്റി, ഈ ട്രങ്കസ് ആർട്ട്, അങ്ങനത്തെ കാർഡിയക് അബ്നോർമാലിറ്റി, ക്ലെഫ്റ്റ് ലിപ്പ്, ക്ലെഫ്റ്റ് പാലറ്റ്, അതൊക്കെ അവർ ക്വസ്റ്റ്യനിൽ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഉദ്ദേശിക്കുന്നത് എന്താ? ഡി ജോർജ് സിൻഡ്രം. ഈ കൊച്ചിനെ നോക്കിയേ, ഡി ജോർജ് സിൻഡ്രത്തിൻ്റെ യൂഷ്വലി ഈ കൊച്ചിൻ്റെ മുഖമാണ് അവർ കാണിക്കാറ്. പിന്നെ അടുത്തൊരു ഇതിൽ അവർ പറയുകയാണേ പേഷ്യൻ്റ് അവർക്ക് അറ്റാക്സി ഉണ്ട്, പിന്നെ ഡൈലേറ്റഡ് ബ്ലഡ് വെസൽസ് ഉണ്ട്, ട്യൂമേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ പേരിൽ തന്നെ ഉണ്ട് അക്ടാസിയ ഉണ്ട്. ഈ ഡൈലേറ്റഡ് ബ്ലഡ് വെസൽസിൻ്റെ വേറെ പേരെന്താ? ടീലൻജക്ടേസിയ എന്നാണ്. അത് അക്ടാസിയ ടീലൻജക്ടേസിയ എന്ന് പറഞ്ഞുള്ള ഡിസീസാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതൊരു ക്രോമോസോം നമ്പർ 11 വന്ന ഡിഫക്റ്റീവാണ്. ATM ജീൻ ഡിഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ DNA റിപ്പയർ മര്യാദയ്ക്ക് നടക്കില്ല. അങ്ങനെ വരുന്നതാണ് എന്ത്? അക്ടാസിയ ടീലൻജക്ടേസിയ. പിന്നെ അവസാനമായിട്ട് ഒരു ഡിസീസ് പറയുന്ന ഒരു പേഷ്യൻ്റ് ഡയപ്പർ റാഷ്, റിക്കറൻ്റായിട്ട് ഡയപ്പർ റാഷ് വരുന്നുണ്ട്. ഓറൽ കാൻഡിഡിയാസിസ് ആണ്. കൊച്ചിന് ഒട്ടും ഇമ്മ്യൂണിറ്റി ഇല്ല. കൊച്ചിന് ഈ ഇങ്ങനത്തെ ഒരു ബബിളിലാണ് വെക്കേണ്ടി വരുന്നത്. അപ്പോൾ അതിനൊക്കെ അതെന്ത് ഉദ്ദേശിക്കുന്നത്? സ്കിഡ്, സിവിയർ കമ്പൈൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസിനെ കുറിച്ചിട്ടാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യൂഷ്വലി ഇതൊക്കെയാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഏറ്റവും മോസ്റ്റ് കോമൺ പ്രൈമറി ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഏതാണെന്ന് പറഞ്ഞേക്കണേ? IgA ഡെഫിഷ്യൻസി. പിന്നെ ഈ കാര്യം എന്തായാലും ഓർത്തിരിക്കണം. ഏത്? LAD1ഉം LAD2. LAD1ലുള്ള കീവേഡ് എന്താണ്? ലേറ്റ് സെപ്പറേഷൻ ഓഫ് അംബിലിക്കൽ കോഡ്. LAD2ലുള്ള കീവേഡ് എന്താണ്? ബോംബെ ബെൽറ്റ് ഗ്രൂപ്പ്. പിന്നെ ഇതെന്തായാലും ഓർത്തിരിക്കണം. ചിഡിയാക്കി ഗ്യാഷി, ആൽബിനിസും പിന്നെ ബ്ലീഡിങ് ടെൻഡൻസിയും ഇതൊക്കെ ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ ഈ പറഞ്ഞ ഇതിലെന്താ? കാറ്റലീസ് പോസിറ്റീവ് ഓർഗാനിസത്തിൽ കൊണ്ട് ഇൻഫെക്ഷൻ വന്നെന്ന് ഉദ്ദേശിക്കുമ്പോൾ അത് അവർ മെയിനായിട്ട് എന്താ ഉദ്ദേശിക്കണേ? ക്രോണിക് ഗ്രാനുലോമാറ്റസ് ഡിസീസ്. ഒരു സ്ക്രീനിങ് ടെസ്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു, നൈട്രോബ്ലൂ ടെട്രസോളിയം ടെസ്റ്റിനെ കുറിച്ചിട്ട്, അത് ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ മെയിനായിട്ട് പിന്നെ ഓർത്തിരിക്കേണ്ടത് ഈ പറഞ്ഞ ഡി ജോർജ് സിൻഡ്രോം ആണ് കേട്ടോ. എന്ന് വെച്ചാൽ ഹൈപ്പോ Catch-22 ന്യൂമോണിക് ഓർത്താൽ മതി. എന്ന് വെച്ചാൽ പാരാതൈറോയിഡും മറ്റേ തൈമസും ഡിഫക്റ്റീവാണ്. അത്രയും കാര്യം ഓർത്തിരിക്കട്ടോ മെയിനായിട്ട്. അപ്പോൾ ശരി എന്നാൽ, താങ്ക് യു.